എന്തോ പന്നികളുണ്ടല്ലോ, എന്തോ ഒപ്പിക്കൊണ്ടുള്ള വരവാ. ആ പുഴുങ്ങിയ ചിരി ഉണ്ടോന്ന് അറിയാം. ഹലോ, എന്താ ഒരു പുഴുങ്ങിയ ചിരി? നിന്റെ ബാറ്ററി ചെറുതായിട്ട് കംപ്ലൈന്റ് ആയോ എന്നൊരു സംശയം. സാധാരണ ബാറ്ററി മാത്രമല്ല കംപ്ലൈന്റ് ആക്കിയുള്ളൂ. എന്താ സംഭവം അവിടെ ബാറ്ററി കംപ്ലൈന്റ് ആരും? സെക്കൻഡ് അയക്കണില്ലേ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഇതാ? ഇത് ബാറ്ററിയുടെ ഐ ഐക്കൺ അല്ലേ? എന്നിട്ട് ബാറ്ററി പോയി. എന്നിട്ടാണ് ഈ ബ്ലോർ ഫാൻ ഓഫ്. ഏതോ അതിനകത്ത് ബാറ്ററി കംപ്ലൈന്റ് ആയതിന്റെ ഇൻഡിക്കേറ്റർ അല്ല. ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഇൻഡിക്കേറ്റർ കാണിക്കില്ല. ഇത് ബാറ്ററിയിലേക്ക് വരുന്ന വോൾട്ടേജിന് എന്തെങ്കിലും ഡ്രോപ്പ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ആ ഇൻഡിക്കേറ്റർ കാണിക്കുക. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൾട്ടർനേറ്ററിന് നമ്മുടെ ബാറ്ററി ചാർജിങ് ലെവലിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ആ ബാറ്ററി സിമ്പിൾ കാണിക്കുക. ഓഹോ, അപ്പൊ എന്താ ഈ ആൾട്ടർനേറ്റർ? അപ്പോൾ ആൾട്ടർനേറ്റർ എന്താണെന്ന് കണ്ടിട്ടില്ലത് വരെ ബാ കാണിച്ചു. ഇനി ആൾട്ടർനേറ്റർ എന്താണെന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഈ കാണുന്നതാണ് ആൾട്ടർനേറ്റർ. അതല്ലെങ്കിൽ നമുക്ക് ഡൈനാമോ അല്ലെങ്കിൽ നമുക്ക് പവർ ജനറേറ്റർ എന്നൊക്കെ വിളിക്കാം. നമ്മുടെ വണ്ടിയിലുള്ള എഞ്ചിനുമായിട്ട് നമുക്ക് ഈ ബെൽറ്റ് വഴി ഇത് കണക്ട് ചെയ്തിരിക്കും. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്തുള്ള എല്ലാ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസിനും വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുന്നത് നമ്മുടെ ഈ ആൾട്ടർനേറ്ററിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നതും കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ബെൽറ്റ് ലൂസ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആൾട്ടർനേറ്ററിന്റെ പുള്ളി കംപ്ലൈന്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ തന്നെ കംപ്ലൈന്റ് വന്നാലും നമ്മൾക്ക് ആവശ്യത്തിനുള്ള പവർ നമ്മളുടെ ആൾട്ടർനേറ്ററിൽ നിന്നും കിട്ടാതെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളുടെ ബാറ്ററി സിമ്പൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തെളിഞ്ഞ് കാണിക്കുന്നത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ നമ്മളുടെ ബാറ്ററി വാർണിംഗ് ലൈറ്റ് കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ AC-യുടെ ബ്ലോവർ ഫാൻ ആദ്യം ഓഫ് ചെയ്യുക. മ്യൂസിക് സിസ്റ്റം അതുപോലെ അത്യാവശ്യമില്ലാത്ത ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിടുക. കാരണം ആ സമയത്ത് നമ്മുടെ ബാറ്ററിയാണ് നമ്മൾക്ക് ഇതിനാവശ്യമുള്ള പവർ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആവുകയും നമ്മുടെ AC-ന് പവർ കിട്ടാതെ വണ്ടി ഓഫ് ആവാനും പിന്നെ സ്റ്റാർട്ട് ആവാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? നന്നാക്കാനുള്ള പൈസ ഓൾ തന്നാൽ മതി കേട്ടാ.